Good morning, students. Okay, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. ചാപ്റ്ററിന്റെ പേര് കളക്ഷൻ ഓഫ് ഡാറ്റ. നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരിൽ നിന്ന് നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യും അതിൻ്റെ ഒരു ഫോർമേഷനാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമായൊരു ചാപ്റ്ററാണ്. കുറേ കൺഫ്യൂഷൻസ് ഒന്നും വരേണ്ട ആവശ്യമില്ല. കുറച്ച് ടേംസ് ഉണ്ട്, അതൊക്കെ പഠിക്കാൻ വേണം. അപ്പോൾ ഈ ചാപ്റ്റർ ഞാൻ രണ്ട് രീതിയിലാണ്, എന്ന് വെച്ചാൽ രണ്ട് വിഭാഗമായിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഈ ഒരു 3-4 ടോപ്പിക് കവർ ചെയ്ത് നിങ്ങൾക്കൊരു PDF ഞാൻ സെൻഡ് ചെയ്ത് തരും. അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്യും, അടുത്ത ടോപ്പിക്കിന് PDF അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് ഞാൻ സെൻഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ചാപ്റ്ററായ കളക്ഷൻ ഓഫ് ഡാറ്റയിലേക്ക് നമുക്ക് കൃത്യമായിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്കായ ഡാറ്റ സോഴ്സസ് എന്നുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അത് നമ്മൾ എഴുതിയിട്ട് ഫസ്റ്റ് വൺ, ഫ്രം വേർ ഡാറ്റ ക്യാൻ ഗെറ്റ്. സോഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം അല്ലെ എന്താണ്? ഉത്ഭവ സ്ഥലം. ഒരു സംഗതി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് സോഴ്സ്. ഓക്കെ, അപ്പോൾ ഫ്രം വേർ ഡാറ്റ ക്യാൻ ബി ഗെറ്റ് എന്നാണ് എന്ത് ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞാൽ. ഏത് സ്ഥലത്തു നിന്നാണ് എന്ത് ഡാറ്റാസ് കിട്ടുക, അതാണ് ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞത്. ഡാറ്റ എന്ന് പറയുന്നത് വേറെ വാക്കാണ് എന്ത് ഇൻഫോർമേഷൻ. അതുകൊണ്ടാണ് ഡാറ്റന്റെ ബ്രാക്കറ്റിൽ ഞാൻ ഇൻഫോർമേഷനും കൂടി കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കോളേജിലെ കുട്ടികളുടെ ഇടയിലെ മൊബൈൽ ഫോണിന്റെ യൂസേജ് പഠിക്കുകയാണ്. അപ്പോൾ ആ ഡാറ്റ നമുക്ക് എവിടെ കിട്ടുക? ഒരു കോളേജിലാണ്. ആ കുട്ടികളുടെ ഒരു കോളേജ് കുട്ടികളുടെ മൊബൈൽ ഫോണിന്റെ യൂസേജിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഡാറ്റ കിട്ടുന്ന എവിടെയായിരിക്കും? കുട്ടികളുടെ അടുത്ത് നിന്നാണ് കിട്ടുക. അതും ഒരു കോളേജിലെ കുട്ടികളുടെ കയ്യിൽ നിന്നായിരിക്കും കിട്ടിയിരിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് എന്ത് ഡാറ്റ സോഴ്സിന്റെ. അതേപോലെ തന്നെ ഡാറ്റ സോഴ്സ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു ടു, ഇന്റേണൽ സോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്. ഇന്റേണൽ സോഴ്സിൽ ഇവിടെ കൃത്യമായിട്ട് എഴുതുന്നത് ദ ഡാറ്റ വിച്ച് ഈസ് ഗോട്ട് വിത്തിൻ ദ ഫേം ഓർ ഗവൺമെന്റ്. ഒരു ഫേമിന്റെ ഉള്ളിൽ നിന്നോ ഒരു ഗവൺമെന്റിന്റെ ഉള്ളിൽ നിന്നോ ഡാറ്റ കിട്ടുന്നതാണ് എന്ത് ഇന്റേണൽ സോഴ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഫേമിന്റെ ആനുവൽ റിപ്പോർട്ട് ഒരു ഇന്റേണൽ സോഴ്സ് ആണ്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ഡാറ്റ വിച്ച് ക്യാൻ ബി അവൈലബിൾ ഔട്ട്സൈഡ് ദ ഫേം. ഒരു ഫേമിന്റെ പുറത്തുള്ള ഡാറ്റാസിനാണ് എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ട് പറയാം. നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് പാർട്ടീസ് ഉണ്ട്. നമുക്ക് ഇന്റേണൽ പാർട്ടീസ് ഉണ്ട്, എക്സ്റ്റേണൽ പാർട്ടീസ് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഇന്റേണൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ ദ ഓർഗനൈസേഷൻ. ആൻഡ് എക്സ്റ്റേണൽ പാർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ അതേപോലെ തന്നെ ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ വിത്തിൻ ദ ഓർഗനൈസേഷൻ. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ വിത്തിൻ ദ ഓർഗനൈസേഷൻ. ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സോഴ്സ് ഫ്രം വിച്ച് ഡാറ്റ ക്യാൻ ബി അവൈലബിൾ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഒന്നുകൂടി പറയാം. ഇന്റേണൽ സോഴ്സ് മീൻസ് the source from which data can be available within the organization. External source പറഞ്ഞാൽ the source from which data can be available outside the organization. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എക്സ്റ്റേണൽ ഡാറ്റയിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. അതാണ് എന്ത്? പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം വേർ ഡാറ്റ ക്യാൻ ബി അവൈലബിൾ ഓർ അല്ലെങ്കിൽ ഫ്രം വേർ ഡാറ്റ ക്യാൻ ഗെറ്റ്. ഡാറ്റനെ പറഞ്ഞ വേറെ വാക്കാണ് എന്ത്? ഇൻഫോർമേഷൻ. സോ ഡാറ്റ സോഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്താണ്? ഇന്റേണൽ സോഴ്സും അതേപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സും. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡാറ്റ ഓർ ദി സോഴ്സ് in which data can be available within the firm. External source പറഞ്ഞാൽ എന്താണ്? The source in which data can be available outside the firm. Okay, internal source പറഞ്ഞാൽ within the firm, external source പറഞ്ഞാൽ എന്താണ്? outside the firm ആണ്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്ന രണ്ട് വിഭാഗമാണ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. ഓക്കെ ഓക്കെ അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണത് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. നമ്മൾ എല്ലാവരും പറഞ്ഞു. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സാംസിൽ വരാനുള്ള കാര്യങ്ങളാണ് എന്താണ് പ്രൈമറി ഡാറ്റ അല്ലെങ്കിൽ എന്താണ് സെക്കൻഡറി ഡാറ്റ, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. പല എക്സാംസുകളും നമുക്ക് കാണാറുണ്ട്. അത് കൂടുതലായിട്ട് എക്സാമിൽ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ആ പിക്ചറിൽ. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പെർട്ടൈൻ ടു എ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലത്തിനെ കേന്ദ്രീകരിക്കുന്ന ഫാക്ട്സും ഫിഗേഴ്സും ആണ് എന്ത്? ഡാറ്റ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ആണ് എന്ത്? ഡാറ്റ. ആ ഡാറ്റയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ്? പ്രൈമറി ഡാറ്റയായിട്ട് ഡിവൈഡ് ചെയ്യാം, സെക്കൻഡറി ഡാറ്റയായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ശക്തിയും അയാളുടെ ബുദ്ധിയും ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. ഫ്രഷ്ലി ക്രിയേറ്റഡ് ഡാറ്റ ഓർ ഫ്രഷ്ലി ഡെവലപ്ഡ് ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. ഒന്നുകൂടി പറയാം. ഫ്രഷ്ലി ക്രിയേറ്റഡ് ആൻഡ് ഫ്രഷ്ലി ഡെവലപ്ഡ് ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാലോ the data which is already available in the internet, newspapers, magazines and everything. Okay, ഒരാൾ പബ്ലിഷ് ചെയ്ത ഡാറ്റയാണ് എന്ത്? സെക്കൻഡറി ഡാറ്റ.
ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുന്ന ബുക്സ് ഒക്കെ എന്താണ് സെക്കൻഡറി ഡാറ്റാസ് ആണ്. ഞങ്ങൾ ചെയ്യുന്ന റിസർച്ച് വർക്ക് എന്താണ് പ്രൈമറി ഡാറ്റ ആണ്. ഓക്കെ, ഇപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രഷ്ലി ക്രിയേറ്റഡ് ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. ആൻഡ് സെക്കൻഡറി ഡാറ്റ എന്താ the data which is already available in the sources like newspapers, magazines, internet, etc. Okay. Okay. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഇതിൽ മൊത്തം ഒരു 6 ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 6 ഡിഫറൻസ് നിങ്ങൾക്ക് പഠിക്കാം, പക്ഷേ ഞാൻ ഈ 6 ഡിഫറൻസും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. വളരെ സിമ്പിൾ ആയ കാര്യങ്ങൾ. അതിൽ ഫസ്റ്റ് വൺ ഡെഫിനിഷൻ നോക്കാം. അതിൽ കൃത്യമായി ഡെഫിനിഷൻ ദേ ആർ കളക്റ്റഡ് ഫ്രം ദി ഫസ്റ്റ് ഹാൻഡ്. പ്രൈമറി ഡാറ്റ എന്താണ് ദേ ഹാവ് കളക്റ്റഡ് ഫ്രം ദി ഫസ്റ്റ് ഹാൻഡ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ സ്വന്തമായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് എന്ത് പ്രൈമറി ഡാറ്റ. അതേപോലെ സെക്കൻഡറി ഡാറ്റ എന്താണ് ദേ ഹാവ് ഓൾറെഡി ബീൻ കളക്റ്റഡ് ബൈ സം അതർ പേഴ്സൺസ്. അത് കണ്ടോ, വേറെ ആൾക്കാർ കളക്ട് ചെയ്ത ഡാറ്റയാണ് എന്ത് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സ്വന്തമായി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. മറ്റുള്ളവർ കളക്ട് ചെയ്ത ഡാറ്റയാണ് എന്ത് സെക്കൻഡറി ഡാറ്റ. രണ്ടാമത്തെ അക്യുറസി. പ്രൈമറി ഡാറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ അക്യുറസി ഉണ്ടാവുക ആസ് കമ്പയർഡ് ടു സെക്കൻഡറി ഡാറ്റ. അതാണ് പ്രൈമറി ഡാറ്റയാണ് ഏറ്റവും കൂടുതൽ അക്യുറസി ഉണ്ടാവുക ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡറി ഡാറ്റനെ കമ്പയർ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് വൺ നേച്ചർ ഓഫ് ഡാറ്റ. അതിൽ പ്രൈമറി ഡാറ്റ എഴുതിയിരിക്കുന്നത് ദേ ആർ ഇൻ ദ ഫോം ഓഫ് റോ ഡാറ്റ ടു വിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആർ ടു ബി അപ്ലൈഡ്. നമ്മൾക്ക് ആദ്യമായിട്ട് ഫ്രഷ്ലി ക്രിയേറ്റഡ് ഡാറ്റ അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ എന്തായിരിക്കും വളരെയധികം ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ കിടക്കുന്നുണ്ടാവില്ല. അതൊക്കെ ഒരു അൺസിസ്റ്റമാറ്റിക് മാനർ. ഒരു റോ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ് അൺഎഡിറ്റഡ് ഡാറ്റയാണ് റോ ഡാറ്റ. എന്താണ് അൺഎഡിറ്റഡ് ഡാറ്റയാണ് എന്ത് റോ ഡാറ്റ. അപ്പോൾ എന്തായിരിക്കും അത് അങ്ങനത്തെ ഒരു ഫോർമേഷനിലും കിടക്കുന്നുണ്ടാവും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം നമ്മൾ അതിനെ കൃത്യമായിട്ട് വൃത്തിയാക്കി എടുക്കണം. അതാണ്. അതേപോലെ മറ്റേതാണെങ്കിൽ ദേ ആർ ഇൻ ദ ഫോം ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. സെക്കൻഡറി ഡാറ്റ എന്തായിരിക്കും ഒരു കംപ്ലീറ്റ്ലി ക്രിയേറ്റഡ് ഒരു കൃത്യമായുള്ള ഫോർമാറ്റിൽ ഉണ്ടാക്കി വെച്ച ഡാറ്റ ആയിരിക്കും. ഒന്നുകൂടി കൺഫ്യൂഷൻ ഉണ്ടാവും. നേച്ചർ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു റോ ഡാറ്റ ആയിരിക്കും. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു അൺഫിനിഷ്ഡ് ഡാറ്റ ആയിരിക്കും. ഒരു അൺഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ് എന്ത് പ്രൈമറി ഡാറ്റ. ബട്ട് സെക്കൻഡറി ഡാറ്റ എന്താ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എന്താണ് കൃത്യമായിട്ട് എല്ലാം കൃത്യമായ ഓർഡറിലുണ്ട്. പക്ഷേ നമ്മൾ റിസർച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് എല്ലാം കൃത്യമായിട്ടുള്ള ഓർഡറിൽ കിട്ടത്തില്ല. അത് ലാസ്റ്റിലേക്ക് ആവും എന്താവുക കൃത്യമായിട്ടുള്ള ഓർഡറിലേക്ക് ആവുക. നെക്സ്റ്റ് വൺ ഫോർത്ത് വൺ എഡിറ്റിംഗ്. ദേ ഡു നോട്ട് റിക്വയർ എഡിറ്റിംഗ്. പ്രൈമറി ഡാറ്റയ്ക്ക് എന്താണ് എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. സെക്കൻഡറി ഡാറ്റയ്ക്ക് എന്താണ് ദേ റിക്വയർഡ് എഡിറ്റിങ്ങിൻ്റെ കുറച്ച് ആവശ്യങ്ങളുണ്ട് സെക്കൻഡറി ഡാറ്റയ്ക്ക്. അതേപോലെ തന്നെ ടൈം ആൻഡ് മണി. പ്രൈമറി ഡാറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ പണവും സമയവും ചിലവാകുക. പക്ഷേ സെക്കൻഡറി ഡാറ്റയ്ക്ക് എന്തായിരിക്കും പണവും സമയവും വളരെ കുറച്ചാണ് ചിലവാകുക. ഒന്നുകൂടി പറയാം, ടൈം ആൻഡ് മണി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് ആണ്. പ്രൈമറി ഡാറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ പണവും സമയവും ചിലവാകുക. സെക്കൻഡറി ഡാറ്റയ്ക്ക് എന്താവും അത്ര ഒരു സമയം പണവും ചിലവാകത്തില്ല. അതേപോലെ തന്നെ ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് ചോയ്സ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. നമ്മൾ ഏത് ടൈപ്പ് ഡാറ്റയാണ് യൂസ് ചെയ്യേണ്ടത്, പ്രൈമറി ഡാറ്റയാണോ യൂസ് ചെയ്യേണ്ടത് സെക്കൻഡറി ഡാറ്റയാണോ യൂസ് ചെയ്യേണ്ടത് നമ്മൾ പറയാം. നമ്മൾ ഇതിന് മുമ്പേ തന്നെ വായിച്ചു പ്രൈമറി ഡാറ്റയുടെയും സെക്കൻഡറി ഡാറ്റയുടെയും ഡിഫറൻസസ്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞതാണ് ഫ്രഷ്ലി ക്രിയേറ്റഡ് ഡാറ്റ അല്ലെങ്കിൽ ഫ്രഷ്ലി ഡെവലപ്ഡ് ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ പറഞ്ഞാൽ എന്താണ് വേറൊരാൾ ഡെവലപ്പ് ചെയ്ത ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന് ചോയ്സ്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് എൻക്വയറി. എന്താണ് എങ്ങനത്തെ എൻക്വയറി ആണ് നമ്മൾ എന്താണ് അതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് വിച്ച് ഓൾ ഏരിയ ദാറ്റ് വി ആർ കണക്റ്റഡ് വിത്ത് അതിനനുസരിച്ചായിരിക്കണം എന്ത് പ്രൈമറി ഡാറ്റയുടെയും സെക്കൻഡറി ഡാറ്റയുടെയും സെലക്ഷൻ. രണ്ടാമത്തെ എന്താണ് ഫിനാൻഷ്യൽ അവൈലബിലിറ്റി. നമുക്കറിയാം നല്ല ഫിനാൻഷ്യൽ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈമറി ഡാറ്റ സെലക്ട് ചെയ്യാം. കുറഞ്ഞ ഫിനാൻഷ്യൽ അവൈലബിലിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സെക്കൻഡറി ഡാറ്റ സെലക്ട് ചെയ്യാം. ടൈം അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈമറി ഡാറ്റ നല്ല സമയം അവൈലബിൾ ആണ് നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം. സമയം കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് സെക്കൻഡറി ഡാറ്റ അവൈൽ ചെയ്യാം. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് അക്യുറസി. ഏറ്റവും കൂടുതൽ അക്യുറേറ്റ് ആയ ഡാറ്റ പ്രൈമറി ഡാറ്റയിൽ കിട്ടത്തുള്ളൂ. ഡിഗ്രി ഓഫ് അക്യുറസി കുറവാണ് എന്ത് സെക്കൻഡറി ഡാറ്റയിൽ. അതേപോലെ സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റർ. ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേറ്റർ ആവണമെങ്കിൽ അയാൾക്ക് 2 ടൈപ്പ് ഡാറ്റ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. അതൊന്ന് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയാണ്. അയാൾക്ക് സ്വന്തമായിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതേപോലെ തന്നെ മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാസ് റെഫർ ചെയ്തിട്ട് അതിന് റെഫറൻസ് ഉണ്ടാക്കാനുള്ള കഴിവും കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നും കൂടി പറയാം ചോയ്സ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. ചോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പ്രൈമറി ആണോ സെക്കൻഡറി ഡാറ്റ ആണോ എടുക്കേണ്ടതെന്ന് നമുക്ക് എന്താ ഈ 5 ഫാക്ടേഴ്സ് യൂസ് ചെയ്ത് പറയാം. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് എൻക്വയറി. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടായിരിക്കും പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും സെലക്ഷൻ. അതേപോലെ ഫിനാൻഷ്യൽ അവൈലബിലിറ്റി. ഏറ്റവും കൂടുതൽ ഫിനാൻസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്താണ് പ്രൈമറി ഡാറ്റ ചെയ്യാം. ഫിനാൻസ് കുറവാണെങ്കിൽ എന്താണ് സെക്കൻഡറി ഡാറ്റ ചെയ്യാം.
ടൈം അവൈലബിലിറ്റി, ഏറ്റവും കൂടുതൽ ടൈം അവൈലബിൾ ആണെങ്കിൽ എന്താണ് പ്രൈമറി ഡാറ്റ യൂസ് ചെയ്യാം, ഏറ്റവും കുറവ് ടൈം അവൈലബിൾ ആണെങ്കിൽ എന്താണ് സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യാം. ഡിഗ്രി ഓഫ് അക്യുറസി, ഏറ്റവും കൂടുതൽ ഡിഗ്രി ഓഫ് അക്യുറസി വേണമെങ്കിൽ എന്താണ് പ്രൈമറി ഡാറ്റ യൂസ് ചെയ്യാം, ഡിഗ്രി ഓഫ് അക്യുറസി കുറവ് മതിയെങ്കിൽ സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യാം. സ്റ്റാറ്റസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ, സ്റ്റാറ്റസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ അയാളുടെ സ്റ്റാറ്റസ് കാണണമെങ്കിൽ അയാൾ ഓക്കെ ഹി ഈസ് എ ഗുഡ് ഇൻവെസ്റ്റിഗേറ്റർ, ഓൺലി ദോസ് പേഴ്സൺ വിൽ ബി എ ഗുഡ് ഇൻവെസ്റ്റിഗേറ്റർ ഇഫ് ഹി കളക്ട്സ് ദ ഡാറ്റ ബോത്ത് ഫ്രം പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ്, അങ്ങനെ പറയാം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയെ കുറിച്ച്. പ്രൈമറി ഡാറ്റ പറഞ്ഞാൽ ഫ്രഷ്ലി ക്രിയേറ്റഡ് ഡാറ്റ, ഫ്രഷ്ലി ഡെവലപ്ഡ് ഡാറ്റ എന്ന് വെച്ചാൽ ഞാൻ ഫ്രഷ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ കുറിച്ച് പഠനം നടത്തി അവിടെ നിന്ന് കിട്ടിയ ഡാറ്റയാണിത് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ ടെക്സ്റ്റ് ബുക്കും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു കളക്ട് ചെയ്യുന്ന ഡാറ്റയാണിത് സെക്കൻഡറി ഡാറ്റ.